വന്നേ. തൂവാലയുടെ ഉടമയാരെ ഇങ്ങി വന്നേ. ഓടിയോ 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 ഓടിയോ, സമയം പോയി. ഓടിയോ ഓടിയോ ഓടിയോ. റാഷ് ബല റകത്തല. തൂവാലയുടെ ഉടമ നമ്മളാണോ? ആണോ? അവിടെ നിന്നോ? അതെ. ഒരു സുവിശേഷകനാണോ? ആണല്ലോ. നമ്മുടെ സഖാവിന്റെ നാടാണല്ലോ കാണിക്കുന്നത്. കണ്ണൂര് കണ്ണൂരിന്നാ വരുന്നത്. പ്രാർത്ഥിച്ചു. ആത്മാവിന്റെ പ്രവർത്തനം നടത്താനാണെങ്കിൽ മാത്രം തൂവാല സ്വീകരിക്കണം, അല്ലെങ്കിൽ സ്വീകരിക്കരുത്. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ശ്രദ്ധിച്ചോ, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന കാഴ്ച പറയാം. തോറ്റുപോയെടുത്തു ദൈവം ജയിപ്പിക്കാൻ പോകുന്നതിനോട് പറയാൻ പറയുന്നു. തോറ്റെടുത്തു ജയിപ്പിക്കാൻ പോകും. കർത്താവ് എന്നോട് പറയും, ഈ ഇപ്പൊ നിൽക്കുന്ന പുതിയ പ്രവർത്തനം വല്ലതും എന്നെ അങ്ങനെ പുതിയ പ്രവർത്തനമാണ് കാണിക്കുന്നത്. പുതിയ പ്രവർത്തനമാണ്. 1 2 3 4 5 6 7 8 9 പേരേ ഉള്ളൂ. അതെ. അത് ഞാനങ്ങ് 100 ആക്കാൻ പോകും. സമ്മതിച്ചോ? നിങ്ങളെ ദൈവം കണ്ടത് തെളിവ്. ഒരു സിസ്റ്റമാറ്റിക്കിൽ നിന്ന് ദൈവം നിങ്ങളെ മാറ്റിയതാ. ഒരു ട്രഡീഷനിൽ നിന്ന് ദൈവം നിങ്ങളെ മാറ്റിയതാ. മാറ്റി കൊണ്ടുവന്ന നിങ്ങള് ഈ ദൈവത്തെ അറിയാൻ ഒരു സാധ്യതയും ഇല്ലാത്തെടുത്തു എന്ന് വന്നയാളാ. Am I right? എന്നോട് വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നു സഹോദര? ഞാൻ ഫസ്റ്റ് സഹോദരൻ പറയണം, ഇതൊക്കെ ഞാൻ വീട്ടുകളിൽ ചെന്ന് ആളെ വിട്ട് നിങ്ങളുടെ എല്ലാം തപ്പിയെടുക്കുന്നതൊക്കെയാ പറയുന്നത്. ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല. ഞാൻ ഈ കണ്ണൂർ വരെ ഒന്ന് പോകാൻ എന്നെ കൊണ്ടങ്ങും പോയി. കണ്ണൂർ വരെ വണ്ടി ഓടിച്ചോണ്ട് എന്തൊരു ഗുണമാണെന്ന് നോക്കി. ഇന്നത്തെ ഡീസലും ചിലവാക്കി കണ്ണൂർ വരെ വണ്ടി ഓടിച്ചോണ്ട് പോകാനായിട്ട്. പക്ഷേ എന്നെ കർത്താവ് കാണിക്കുന്നത്, ശാപം തിങ്ങി നിറഞ്ഞൊരു തറവാട്ടിൽ നിന്ന് വന്നവനാ നിങ്ങൾ. കറക്റ്റ് ആണോ? പെടുമരണങ്ങൾ തിങ്ങി നിന്നൊരു തറവാട്ടിൽ നിന്ന് വന്നതാ. എന്നെ കർത്താവ് അങ്ങനെ കാണിക്കുന്നു. ഞാൻ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഇത് പറയുമ്പോ പരിശുദ്ധാത്മാവിനെ വിജയകുമാർ അതല്ലാതെ നിങ്ങൾക്കൊരു സഹോദരനുണ്ടോ? ഉണ്ട്. 2 പേരുണ്ട്. മൊത്തം 3 പേരല്ലല്ലോ? 3 പേരാണ്. അച്ഛേ അതാരാ? എന്റെ മകനാണോ? അത് അങ്ങനെ അച്ഛേ എന്ന് കാണിച്ചു. മകനാണ് അക്ഷയ് കുമാർ. അതാരാ? എന്റെ മകനാണ്. ഓക്കെ. മറ്റുള്ള സഹോദരന്മാർ വിശ്വാസത്തിൽ വന്നോ? വന്നിട്ടില്ല. ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. ശ്രദ്ധിച്ചോണം. നിങ്ങളെ ദൈവം പിടിച്ചതാ. നിങ്ങളെ കുരുക്കിയതാ ദൈവം. മീനെ കുരുക്കുന്നത് പോലെ ദൈവം നിങ്ങളെ കുരുക്കി കൊണ്ടുവന്ന ഇതിൻ്റെ അകത്ത്. ആണോ? അല്ലെ? നിങ്ങൾ ഒരു കാരണവശാലും ഇതിലേക്ക് വരേണ്ട ആളല്ല. കുരുക്കി എടുത്തു കൊണ്ടുവന്ന നിങ്ങള് രണ്ടാമത്തെ ആളാണോ? ആണോ? കറക്റ്റ്. എനിക്ക് തെറ്റുകയില്ല. രണ്ടാമത്തെ ആളാണ് നിങ്ങൾ. പരിശുദ്ധാത്മാവിനെ അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു ശ്രദ്ധിച്ചു കേട്ടോ. ശരിക്കും കണ്ണൂരുകാരാണോ? അല്ല. കൊല്ലം ജില്ല, കൊല്ലം ഡിസ്ട്രിക്റ്റ്. കണ്ണൂരല്ലെന്ന് മനസ്സിലായി. കാര്യം ഞാനൊരു വീട് കണ്ടത് കണ്ണൂരല്ല, വേറൊരു സ്ഥലത്താണ് കാണുന്നത്. അവിടെ കൊല്ലത്താണോ ജനിച്ചത്? കൊല്ലത്ത് പുനലൂർ ഇടമൺ. സ്ഥലം ഞാൻ പറയാം. സ്ഥലം ഓർമ്മയുണ്ടോ? ഉണ്ട്.
ഉണ്ട്. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോണം. എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നത് അവിടുന്ന് ദൈവം പറിച്ചതാ നിങ്ങളെ അതെ അതെ ആ ഏറിയയിൽ നിന്ന്. അതെ, ശരിയാണോ? 1900 പൂർത്തീകരിച്ചു. 1984 ജൂലൈ മാസം. ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു മാസത്തിലാണ് ഞാൻ മലബാറിലെ ചെറിയ പ്രായത്തിലാണ്. ജൂലൈ മാസം. തീയതി കേൾക്കണോ? നമ്മൾ ഒരു ബന്ധമുണ്ട്. അതാണ് കുഴപ്പം. ഒരു ബന്ധമുണ്ട്. എന്താണെന്നറിയോ? 1984 ജൂലൈ മാസം 3-ാം തീയതിയാണ് ഞാൻ ജനിച്ചത്. 1984 ജൂലൈ മാസമാണ് നിങ്ങളെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. 3-ാം തീയതി. ശരിയാണോ? അതെ, 84 ഞാൻ മലബാറിലുണ്ട്. ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്ന പറിച്ചു. എന്നെ സ്ഥലം ഓർമ്മയുണ്ടെങ്കിൽ എടുത്ത് ഒരു വലിയ തട്ടുതട്ടായ ഭൂമിയുടെ മേൽ, ഒരു മല പോലിരിക്കുന്ന ഭൂമിയുടെ മേലിൽ നിന്നാണ് നിങ്ങൾ ഇറങ്ങി വരുന്നത്. ഓർമ്മയിലുണ്ടോ? അതെ, വലിയൊരു പൊക്കത്തിരിക്കുന്ന മലയുടെ മേലിരിക്കുന്ന എന്നെ പരിശുദ്ധാത്മാവ് കാണിക്കുന്ന കാഴ്ച. അവിടുന്ന് ഇറക്കി കണ്ണൂർ കൊണ്ടുവന്നു. കണ്ണൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നിർബന്ധിതമായി പോകാൻ ഇട വന്നു. നിർബന്ധിതമായിട്ടുള്ള പോക്ക. ഗതി പിടിക്കാതെ മന്ത്രവാദത്തിന്റെ കുടിയിൽ നിന്നാണ് ദൈവം പൊക്കിയിരിക്കുന്നത്. മന്ത്രവാദങ്ങൾ നിറഞ്ഞു കിടന്ന തലമുറകളായിട്ട് ഇറങ്ങി വന്ന് മന്ത്രവാദങ്ങൾ ചെയ്തു വെച്ചെടുത്തു എന്ന ദൈവം പൊക്കിയത്. ഞാനിത് പറയുമ്പം നിങ്ങൾക്ക് ഈ ആണോ? കറക്റ്റ് ആണോ? വിശ്വകർമ്മ. ഞാൻ ചോദിച്ചത് കറക്റ്റ് ആണോ? എനിക്ക് പരസ്യത്തിൽ ചോദിക്കാനൊരു മടി. തടിപ്പണി, തടി. ശരിയാണോ? കറക്റ്റ് ആണോ? നിങ്ങൾ കേട്ടോ? കറക്റ്റ് ആയിരുന്നേ. എനിക്ക് പരസ്യത്തിൽ ചോദിച്ചാൽ ചിലപ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. തടിയുമായിട്ടൊരു ബന്ധം. കാർപ്പൻട്രിയാ? യേശുവിന്റെ നാമത്തിൽ മൊത്തം ഇല്ലാതായതാ, മുഴുവൻ പോയതാ, വലിച്ചതാ ദൈവം. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ലെന്ന് ദൈവത്തിന് അത്ര നേരം ഉറപ്പുണ്ട്. അവിടുന്ന് ദൈവം അവിടുന്ന് പൊക്കിയതാ. അടയാളം ഞാൻ കാണുന്ന കാഴ്ച പറയാം. തലമുറകളായിട്ട് മുമ്പ് വന്ന ശാപത്തെ എല്ലാം താഴോട്ട് വന്ന് പൂജിച്ചതും വെച്ചതും മുറിച്ചതും. നിൽക്കാൻ മേലാതെ വണ്ണം ഒരു തടിയുമായി ബന്ധപ്പെട്ട കേസ്. അച്ഛന് നിൽക്കാൻ മേലാതെ വണ്ണം രായ്ക്ക് രാമാൻ അവിടുന്ന് ഇറങ്ങേണ്ടതായിട്ട് വന്നതാ. ഓർമ്മയിലുണ്ടോ? ഓർമ്മയിലുണ്ടോ? അങ്ങനെ ഇറങ്ങി വന്ന ഇപ്പം നിൽക്കുന്ന സ്ഥലം അത് പക്ഷെ അതൊരു കുഗ്രാമമാണല്ലോ. അത് എന്താ സ്ഥലത്തിന്റെ പേര്? ഇപ്പൊ ഞാൻ താമസിച്ച സ്ഥലം അല്ല, അച്ഛൻ അത് വളക്കൈ. ഓ എന്റെ പൊന്ന് കർത്താവേ, നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരെന്തുവാ? കിരാത്ത്. ഓ, കിരാത്ത്. ശരി, നമുക്ക് കിരാത്തിലേക്ക് യാത്ര തിരിക്കാം. ഞാൻ ഇതുവരെ പോകാത്ത സ്ഥലം, ഇന്ന് വരെ പോയിട്ടില്ല. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വഴി കണ്ടിട്ടുള്ളതല്ലാതെ ഞാൻ അകത്തോട്ട് വന്നിട്ടില്ല. ഞാൻ ആ മുഴുപ്പിലങ്ങാട് ബീച്ച് പോലും കണ്ടിട്ടില്ല. എനിക്കൊരാഗ്രഹമുണ്ട് അവിടെ പോയി ഒന്ന് ചാടണം, മറിയണമെന്ന്. അത് ഞാൻ ഉടനെ സാധിക്കും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കിരാത്ത്. അയ്യോ, ഇത് എങ്ങനെ തപ്പിയെടുക്കുന്നത്? കിരാത്തെന്ന് എന്നോട് പറഞ്ഞെങ്കിലും ഇത് കണ്ണൂർ സെന്ററാണോ? ഇത് കണ്ണൂര് തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം അതിന്റെ സെന്ററാ കാണിച്ചത്. കിരാത്ത് സെന്ററാണ്. മെയിൻ സ്റ്റേഷൻ തളിപ്പറമ്പാണോ? തളിപ്പറമ്പ്. ഓക്കെ, തളിപ്പറമ്പ്. അവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ഉണ്ടോ? 10 കിലോമീറ്റർ ഉണ്ട് അവിടുന്ന്. കാരണം ഞാനിങ്ങനെ കാണാം, ഒരു ബോർഡ് വെച്ചൊരു വണ്ടി, വേറൊരു തളിപ്പറമ്പിൽ നിന്നൊരു ചേർത്തൊരു ബോർഡ് വെച്ചൊരു വണ്ടി പോകുന്നു. താഴക്കടവോ അങ്ങനെ തനിക്കടവ് അങ്ങനെ ഒരു ബസ് പോകും. അതേലാണോ കേറണ്ടേ?
ശ്രീകണ്ഠാപുരം. ശ്രീകണ്ഠാപുരമാണ് കയറേണ്ടത്. ഓ, തനിക്കടവ് മാറി നിൽക്കുക. ശ്രീകണ്ഠാപുരം ബസ്സിലോട്ട് കയറുക. ഇപ്പൊ എത്ര രൂപ പോയിന്റാ? 10 കിലോമീറ്റർ 15 രൂപയാണോ? 15 രൂപ. അതിലിങ്ങനെ യാത്ര തിരിച്ച് കിരാത്ത്. ഓക്കെ, ഈ കിരാത്ത് സ്ഥലം ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇതെന്റെ ആദ്യത്തെ ഏർപ്പാടായത്. റാഷ് ബലാ റുഹാത്ത്. ഒന്ന് പ്രാർത്ഥിച്ച്. ഞാനിപ്പോ ഞാൻ നിൽക്കുന്നതിൻ്റെ ഒരു ജംഗ്ഷൻ എന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. ഒരു ചെറിയ ഒരു സംഭവത്തിലാണ്. എൻ്റെ നേരെ ഫ്രണ്ട് ഒരു അമ്പലമുണ്ട്. അവിടെ തന്നെയാണ് നിൽക്കുന്നത്. നേരെ ഫ്രണ്ട് ഒരു അമ്പലത്തിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ എല്ലാം കൊടി കെട്ടി വെച്ചിരിക്കുക. പാർട്ടി ഗ്രാമമാണ്. മുഴുവൻ കൊടിയാ കാണുന്നത്. പാറിപ്പറന്ന് നിൽക്കുക. പാർട്ടി ഗ്രാമത്തിലാ. ഞാനിവിടെ നിൽക്കുമ്പം ഞാൻ കാണുന്ന ഒരു കാഴ്ച ഇതെങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാനൊരു അടയാളം വേണേൽ പറയാം. 2 അടയാളം പറയാം. ഒന്ന്, ഞാൻ നിൽക്കുന്നതിൻ്റെ മതിലിനോട് ചേർന്ന് കുറേയേറെ ഇത് വെച്ചിട്ടുണ്ട്. ഈ എന്താ കൊടിമരം ഇരിപ്പുണ്ട്. കൊടിമരം ഉണ്ട് കുറേയേറെ മതിലിനോട് ചേർന്ന്. അതിൻ്റെ അപ്പുറത്തൊരു കടയുണ്ട്. മടക്കട പോലെ ഏതാണ്ടുണ്ട്. അതിനോട് കൊടിമരമുണ്ട്. ഈ കൊടിമരത്തിനോട് ചേർന്ന് അകത്തോട്ടൊരു വഴി കിടപ്പുണ്ട്. ആ വഴിയാണോ നമുക്ക് പോകേണ്ടത്? നിങ്ങളുടെ വീട്ടിലോട്ട് ആ വഴിയിലാണോ പോകേണ്ടത്? ഓക്കെ, ആ വഴിയിലൂടെ കയറിയാൽ ഇവിടുന്ന് 200 മീറ്റർ ആണ് ഉള്ളൂ. അത്രേ ഉള്ളൂ, 200 മീറ്റർ. ചർച്ച് എവിടെയായിട്ടാ? ചർച്ച് ഞാൻ നിൽക്കുന്നത് 14 കിലോമീറ്റർ അപ്പുറം പോകണം. ഇപ്പൊ ഈ നിൽക്കുന്നിടത്തുനിന്ന് 14 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. ശരി, എന്ത് ഈ ചർച്ചിന്റെ പേര്? അത് എബനേസർ IPC എൻ്റെ മാതൃ ചർച്ച്. IPC? ഇത് IPC ആണോ? IPC, ഞാനും IPC കാരനായിരുന്നു. ഇപ്പം അല്ലെന്ന് മാത്രം. എങ്കിലും ഞാൻ അതിനെ ബഹുമാനിക്കും. എല്ലാം കർത്താവിനുള്ളതല്ലേ. ഈ വീടിൻ്റെ അകത്ത് ആദ്യം ഒരു അത്ഭുതം നടക്കണം. ഒന്ന്, ഫിനാൻഷ്യലി ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾക്ക് സംഭവിക്കണം. 2 പിള്ളേരാണോ? 2 പിള്ളേരെ കാണിക്കുന്നു. 2 പേര്. കാരണം ഞാൻ ഈ 200 കിലോമീറ്റർ അടുത്തില്ലുമ്പോൾ ഞാൻ ഇനി പറയാം. ഞാൻ വീട് കണ്ടിട്ടില്ല, സ്ഥലവും കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറയുന്നത് കള്ളത്തരമാണ്. ഇനി ന്യൂ ഇന്ത്യയിലെ പാസ്റ്ററല്ലേ, ഞാൻ പറയുന്നത് കള്ളത്തരമാണെങ്കിൽ കള്ളത്തരമാണെന്ന് പറയണം. അല്ല. ഇതുവല്ലോ ഞാൻ അവിടെ കാണുമെന്ന് ചോദിച്ചറിഞ്ഞാണോ? അല്ല. പന്തക്കോസ്തുകാരുടെ ശ്രദ്ധയ്ക്ക് ഒരു പാസ്റ്ററാണിത്, ഞാനല്ല. പാസ്റ്ററോട് എന്തെങ്കിലും സംശയമുണ്ട് പാസ്റ്ററെ വിളിച്ച് ചോദിച്ചോണം. പണ്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരു പാസ്റ്റർ വന്നപ്പോൾ ഇതുപോലെ വിപ്ലവം ഉണ്ടാകും. പക്ഷെ പുള്ളി എന്തോ ചെയ്തു, പുള്ളി ഭയങ്കര വിശ്വസ്തനായിരുന്നു. അദ്ദേഹത്തെ വിളിച്ചവരോടെല്ലാം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം കള്ളമല്ല പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷെ ദൈവം അദ്ദേഹത്തെ മാനിച്ചു. അദ്ദേഹം പറഞ്ഞ ദൂത് പ്രകാരം ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. എന്നെ എല്ലാവരും കൂടെ നിങ്ങളുടെ പേര് കരിവാരിത്തേക്കുവാന്ന്. ഇല്ല പാസ്റ്ററെ, ഞാൻ അതിന് സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞു. പുള്ളി വിളിച്ചവരോടെല്ലാം പറഞ്ഞു. ഇവിടുന്ന് കെടികെട്ടിയ ആൾക്കാർ വിളിച്ചു. സത്യമാണോ ചോദിച്ചു. പുള്ളി സത്യമാ, എന്നോട് ഒരു കള്ളവും പറഞ്ഞില്ല. പക്ഷെ ദൈവം അദ്ദേഹത്തെ മാനിച്ചു. ഇന്ന് അദ്ദേഹത്തിന് മറ്റേ ആ പാസ്റ്റർ തിരുവനന്തപുരം എന്താ ഇഷ്ടം പോലെ മീറ്റിംഗ്, നിർത്താതെ മീറ്റിംഗ് പുള്ളിക്ക്. ദൈവം പുള്ളി അങ്ങ് മാനിച്ചങ്ങ് വിട്ടു. ഇഷ്ടം പോലെ. കാരണം വെച്ചാൽ ആത്മാവിന്റെ ശുശ്രൂഷയ്ക്ക് എതിര് പറയാത്തവന് ആത്മാവിന് ആവശ്യമാണ്. സത്യമാണ് പറയുന്നത്. വചന ശുശ്രൂഷ അതുകൂടാതെ ആത്മാവിന്റെ പ്രവൃത്തിയുടെ ചലിച്ച എൻ്റെ പാസ്റ്ററെ ജനം ചെതറിക്കേറി വരും. ഞാൻ ഈ പറഞ്ഞ ഈ സ്ഥലത്ത് തന്നെ നിൽക്കുക. ഞാൻ അകത്തോട്ട് കാണുന്ന ഒരു വീതിയുള്ള വഴിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളുടെ വീട്ടിലോട്ട് കയറുന്ന വഴി, നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന വഴി. റോഡിൽ നിന്ന് ഒരു വീതി, ഒരു വലിയ വീതി എന്ന് പറയാനല്ല, ഒരു ചെറിയ കൊച്ചു പേര് ഒരു ഓട്ടോ കയറുമോ? ഇത് വഴി ഓട്ടോ വരും. അത്രേ ഉള്ളൂ, അതിൻ്റെ പുറത്തോട്ടൊന്നുമില്ല. ഞാനത് കാണുന്നു. ഇത് മുന്നോട്ട് പോയി ഒരു വളർച്ചയില്ലാത്ത ഏറിയാന്ന് ഇത്. ഒരു വളർച്ചയൊന്നുമില്ല. ഉറക്കെ പറയാൻ പറ്റത്തില്ല. മുന്നേ ആ സാധനം വന്ന് എന്നോട് പറഞ്ഞത് കൊണ്ടുള്ള വിഷയമാണ്. ഒരു
ഈ കയ്യാലയൊക്കെ ഒരു തരം കയ്യാലുണ്ട്, കെട്ടിച്ചിട്ടുണ്ട്. മതിൽക്കെട്ടുകളാണ്. അതെ, മതിൽക്കെട്ട. പഴയ നമ്മുടെ ഇവിടെ ഇതില്ല, പഴയ കെട്ടാ അത് അല്ലേ? പഴയ കെട്ട, വെട്ടുകല്ലുണ്ട്, വെട്ടുകല്ല് കൊണ്ട് കെട്ടിയതാ പഴയ കെട്ട. നമ്മുടെ ഇവിടെ ഇതില്ല, നമ്മുടെ ആ ഭാഗത്ത് ഈ പരിപാടി ഇല്ല ഇപ്പം. എനിക്ക് തോന്നുന്നു തിരുവല്ല ഞങ്ങളുടെ ഏരിയയിലൊന്നും അതില്ല. എല്ലാം വെട്ടുകല്ല് കൊണ്ട് കെട്ടി. ഈ വീടുകൾ മുഴുവൻ വെട്ടുകല്ലാന്നോ ഇത്? ഫുള്ള് വെട്ടുകല്ല. ഞാൻ കാണുന്ന മുഴുവൻ വെട്ടുകല്ലിലുള്ള വീടാ കാണുന്നത്. പ്രത്യേക ആംഗിൾ പണിതുപോലെ. ഓക്കെ, 1 2 3 4 5. ഞാനിപ്പം മുന്നോട്ട് വന്ന് ഞാൻ ഇടയ്ക്ക് സ്ട്രക്കായി നിൽക്കുക. ഒരു 100 മീറ്റർ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇടതുവശത്തൊരു പറമ്പ് കിടപ്പുണ്ട്. അവിടെ ആളും പേരും ഒന്നും കാണുന്നില്ല. ഞാനിപ്പോൾ അവിടെ നിൽക്കുന്നത്. ആളില്ല. അതിൻ്റെ ഓപ്പോസിറ്റ് 1 2 മൂന്നാമത് കാണുന്ന വീടാണോ നമ്മുടെ വീട്? ഇടവഴിയാണ്. മൂന്നാമത് കാണുന്ന വീടാണോ നമ്മുടെ വീട്? 1 2 മൂന്നാമത്തെ വീട്. ഈ വലത്തോട്ട് കയറുന്ന ഇടവഴിയാണോ? വലത്തോട്ട് അല്ലേ? വലത്തോട്ട് കയറുന്ന ഇടവഴി. ഒരു ഇവിടെയും കുഴപ്പമുണ്ടല്ലോ. ഇവിടെ വഴിയില്ലേ? ചെറിയ വഴിയുള്ളൂ, ചെറിയൊരു. അങ്ങോട്ട് പോയത് ഇവിടെ പോയി ഇവിടെ വരെ പോ. ഈ റോഡ് അത് വേറെ പറമ്പിൽ കയറി വരണം ഈ വീട്ടിലേക്ക്. ഞാൻ എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ചോദിക്കുന്നത് ഈ വീട്ടിലോട്ട് ഈ ഇടവഴി തന്നെ കയറിയാണ് വീട്ടിലോട്ട് പോകേണ്ടത്? അതെ അതെ. ഭയങ്കരം. ഒരു പ്രത്യേക മണ്ണും. അതെ, മണൽ. ഓക്കെ, കടലിന്റെ പ്രദേശമാണ്. ഈ ഓടിട്ട വീടാണോ നമ്മുടെ വീട്? അല്ലല്ല. ഓടിട്ട വീട് എന്ന് പറഞ്ഞാല് കേറി ചെല്ലുമ്പോൾ ഒരു ഓടിട്ട വീട് കാണുന്നുണ്ട് വലതുവശത്തായിട്ട്. അത് അപ്പുറത്തെ വീടാണോ? ഈ വാർത്ത വീട്? വാർപ്പ് വീട് നമ്മുടെ വീട്. നിങ്ങളുടെ വീടാണോ വാർത്ത വീട്? ഞാൻ ആദ്യം കാണുന്ന ഓടിട്ട വീടാ കണ്ടത്. വാർത്ത വീട് രണ്ടാമത് കണ്ടു. പിന്നെ വേണം ഒരു തെളിവൂടെ പറയാം. ഇവിടുന്ന് ഇറങ്ങി ഇടത് ഭാഗത്തോട്ട് നോക്കി ഒരു ചെറിയ വീടുണ്ട്. ചെറിയ വീട്. അവിടെ ആൾ താമസമൊന്നും ഞാൻ കാണുന്നില്ല. ഒരു ചെറിയ ഷീറ്റ് പോലെ കണ്ടിട്ടിരിക്കുന്നൊരു വീട് ഞാൻ കാണാം. ഇച്ചിരി മാറിയാ കാണുന്നത്. ഷീറ്റിട്ട വീടാണ് എൻ്റെ. ഞാനിപ്പോ എവിടെ? ഒരു ഷീറ്റിട്ട വീട്. അതെന്റെ വീടാണ്. അപ്പൊ ഈ വാർത്ത വീടോ? അത് അപ്പുറത്തെ വീടാ, അയലങ്ങാരുടെ വീടാ. ഇപ്പൊ ഞാൻ എവിടെ നിൽക്കുന്നത്? ഇപ്പൊ ഈ ഷീറ്റിട്ട വീടിന്റെ അവിടെ. ഈ ഷീറ്റിട്ടിരിക്കുന്ന വീട് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ എൻ്റെ ആദ്യത്തെ വീട്. ആദ്യത്തെ വീടോ? ഓ, എന്നെ കുരുക്കാതെ. ആദ്യത്തെ ഇത് പാസ്റ്റർ വീട് തന്നെ ഇത്. അതെ അതെ. ഓ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ താമസിക്കുന്ന അപ്പം അപ്പുറത്ത് വാർത്ത ഒരു വീട്ടിലാണോ? അതിപ്പോ ഞാൻ താമസിക്കുന്നത് വാർപ്പിന്റെ വീട്ടിലാണ്. സ്വന്തം വീടല്ലേ അത്? അല്ല, വാടക വീടാ. വാടക വീടാ. ഇത് സ്വന്തം വീടാ. ഇത് വഴിയും പിഴയൊന്നും ഇല്ലാത്ത ഈ വീടാരുടെ? നിങ്ങളുടെ സ്വന്തം വീടാണോ ഈ ഷീറ്റ് ഇട്ട വീട്? അതൊരു ആസ്പെറ്റോസിന്റെ വീടാണ്. ആസ്പെറ്റോസിന്റെ വീടാ ഞാൻ കാണുന്നത്. ആരുമില്ലേ ഇവിടെ? ആരുമില്ല. ആളനൊക്കെ ഒന്നുമില്ല. വെറുതെ കിടക്കുക. തന്നെ ഒരു മുറിയേ ഉള്ളൂ ഇതിന്? ഒരു വലിയ മുറി ഒരു ചെറു മുറിയുമാണോ ഇത്? ആണോ? ചെറിയ മുറി. ഓക്കെ, ഒരു വലിയ മുറി കാണുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ മുറി. ആണോ? നമ്മുടെ വീടാ? വിൽക്കാനിട്ടിരിക്കുവാന്നോ? വിൽക്കണം. ഒത്തിരി വസ്തു ഒന്നുമില്ലല്ലോ ഇതിന്. അത് 9 സെന്റ്. ഓക്കെ, ഒരു മിനിറ്റ് ഒന്നുകൂടെ നോക്കിക്കളെ. കിണർ എന്ത് ചെയ്യാ? കിണർ റോഡിന് വലതു സൈഡ്, റോഡിന് ഒരു ഫ്രണ്ട് സൈഡ് ഒരു കിണറുണ്ട്. പഞ്ചായത്ത്. അതാരുടെ കിണർ ഇത്? നിങ്ങൾക്ക് ഈ വസ്തുവിന്റെ അത് കിണറില്ലല്ലോ? ഇല്ല. നിങ്ങളുടെ വസ്തുവിന് അത് പഞ്ചായത്ത് കിണറാ? നിങ്ങളുടെ കിണറല്ലത്. അല്ല, അവിടെ തിരിച്ചിറങ്ങ. നിങ്ങൾക്ക് കിണറില്ല, തിരിച്ചിറങ്ങുക. ഇതും വെട്ടുകല്ല. ഈ സിമെന്റ് ഒക്കെ ഇടിഞ്ഞു പോയതാണോ അതോ? അത് കുറച്ച് പഴക്കമുണ്ട്.
പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു. പൊടിയിലിരിക്കും. കുമ്മായമാണോ ഇത്? കുമ്മായം. കുമ്മായം. വീട് കുമ്മായമാണ്. യേശുവിന്റെ നാമത്തിൽ ഈ വീടിന്റെ അകത്തിരിക്കുന്ന ദാരിദ്ര്യത്തിന്റെ കെട്ടിനെ ഞാൻ പൊട്ടിക്കുന്നു. നമ്മൾ വാങ്ങിച്ച വസ്തുവല്ലേ ഇത്? അല്ലേ? അവിടെ നിൽക്കട്ടെ, അതിന് ഒത്തിരി ചരിത്രം അതിന് പറയാനുണ്ട്. ആ വസ്തുവിന് ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ആ വസ്തുവിൽ അടക്കിയവർക്കും ഒരുപാട് ചരിത്രം എന്നോട് പറയാനുണ്ട്. ശരിയല്ലേ? ഒരുപാട് പറയാനുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മുടെ വീട്ടിലോട്ടാണ് പോകുന്നത്. റാഷ് ബലാർ ഈ ഇടവഴി തന്നെ കയറി നിൽക്കുന്ന, ഈ ഇടവഴിയല്ല, അപ്പുറത്തെ ഇടവഴി കയറി നിൽക്കുന്ന വാർത്ത വീട് നമ്മുടെയാണോ? നമ്മൾ ഇപ്പം താമസിക്കുന്ന സ്ഥലമാണ്. 1, 2, 3 മുറിയുള്ള 1, 2, 3 മുറി. താഴെ കയറുമ്പോൾ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലെ ഉണ്ട്. അയ്യോ, അങ്ങനെ മൊത്തം പറയില്ല, മുറി മാത്രം പറഞ്ഞു. 3 മുറിയാണോ? 3 മുറിയുണ്ട്. കാരണം സിറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇനി ആ സിറ്റ് ഔട്ടിൽ കയറാനുള്ളതാണ്. ഇനി ഞാൻ എങ്ങനെ കയറും? എന്നെ ബ്ലോക്ക് ചെയ്തില്ലേ അവിടെ? വലിയ വാടകയില്ലല്ലോ ഇതിന്. 5000 രൂപ വാടക. നല്ല വീടാണല്ലോ. 5000 രൂപയ്ക്ക് നല്ല വീടാണല്ലോ കിട്ടിയിരിക്കുന്നത് വാടകയ്ക്ക്. ആ താമസിക്കുന്ന വീടിന്ന് കണ്ടു നോക്കണം. ഏതാ എന്നാ ആ മനുഷ്യൻ നല്ല മനുഷ്യനായതുകൊണ്ട് എനിക്ക് തന്നതാ. ഇല്ലെങ്കിൽ ഞാൻ പെട്ടുപോയനേമായിരുന്നു. ഞങ്ങളുടെ ഹൗസ് ഓണറെ ദൈവം അനുഗ്രഹിക്കട്ടെ. പിള്ളേരെന്തോ ചെയ്യുന്നു? 2 പേരേ ഉള്ളൂ. മോള് നഴ്സിംഗ് പഠിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മോനിപ്പം +2 ഫൈനൽ. ബാംഗ്ലൂരാണോ പഠിക്കുന്നത്? ബാംഗ്ലൂർ. ഓക്കെ, വളരും, സക്സസ് ആവും. പിള്ളേരുടെ നിർബന്ധമാണോ അവിടുന്ന് ഇങ്ങോട്ട് മാറണമെന്നുള്ളത്? അതെ. ആണോ? മാറിയേ പറ്റൂ. ഇതേപോലൊരു വീട് നമുക്ക് വേണ്ടേ? വേണം. ഇതേ സെയിം സമ്മതിച്ചോ? നല്ലൊരു വീട്. നല്ലൊരു വീട് ആഗ്രഹമുണ്ട്. അച്ഛാ, ഞാൻ വിശ്വസിക്കുന്നത് പറയാം. ഞാൻ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ദൈവത്തെയല്ല വിശ്വസിക്കുന്നത്. അത് ഞാൻ ഉറപ്പ് പറയാം. യഹോവ വീട് പണിയാതിരുന്നാൽ അപ്പൊ യഹോവ വീട് പണിഞ്ഞിരിക്കും. 2000 ഒരു വർഷം കൂടെ കഴിയും. ഒരു 27 വീട് പണിതിരിക്കും. വെയിറ്റ് ചെയ്യും. അത് വിൽക്കാൻ വരട്ടെ. അപ്പുറത്തെ ഇപ്പൊ വിൽക്കണ്ട, ഒന്ന് വെയിറ്റ് ചെയ്യും. അവിടെ ദൈവം വീട് പണിയും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടുന്ന് ഇനി ദൈവം നിങ്ങളെ ചെയ്യാൻ പോകുന്നത് വഴിയുള്ളിടത്തോട്ടാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോഴത്തെ ഒരു കുഴപ്പം, 2 വീലർ പോലും ഇതിൻ്റെ അകത്ത് ഭയങ്കര ഞങ്ങൾ ഞെരിങ്ങി. ബൈക്കൊക്കെ സമ്മതിക്കണം. കാരണം ഇതിന്റെ ഗ്ലാസ് മിറർ തട്ടും, നല്ലവണ്ണം തട്ടും. കാരണം അങ്ങനെ ഇത് കൊണ്ടുപോകുന്നത്. നിങ്ങളുടെ ഏതാ വണ്ടി? എൻ്റെ ട്രിഗർ, ഹോണ്ടയുടെ. ഹീറോ ഹോണ്ടാന്ന് കണ്ടു. ഹോണ്ടയാ ട്രിഗറാ? ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? എനിക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരു പ്രത്യേക രീതിയിലുള്ള വണ്ടിയാണ് കാണുന്നത്. ട്രിഗർ എങ്കിൽ ട്രിഗർ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഉള്ളത് കൊണ്ട് ഓണം പോലെ. ഒരു കാറ് പക്ഷെ കയറാനുള്ള വീതി വേണം. നിങ്ങളുടെ മേൽ ദൈവം ഒരു കരം ചലിപ്പിക്കാൻ പോവാ. യേശുവിൻ്റെ നാമത്തിൽ ആ കെടുതിയെല്ലാം ബ്രേക്ക് ചെയ്യുന്നു. പുതിയ വീടുണ്ടാകട്ടെ. ഇനി അച്ഛൻ ഞാൻ ഇവിടുന്ന് പുറത്തോട്ട് ഇറങ്ങുക. ഇവിടെ നിന്നുകൊണ്ട് ആത്മാവ് എന്നോട് പറയാൻ പറയുന്നു. പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു. ഇങ്ങനെ പറയാൻ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ ഈ ആത്മാവിന്റെ ശുശ്രൂഷ അവിടെ സക്സസ് ആകത്തില്ല. നിങ്ങളൊരു പ്രവാചകനാ. നിങ്ങളുടെ മേൽ പ്രവാചക ശുശ്രൂഷയുടെ കൈ നിങ്ങളുടെ മേൽ കിടക്കുന്ന എനിക്ക് കാണാം. നിങ്ങളുടെ മേൽ അതുകൊണ്ട് നിങ്ങൾ ഊതി പെരുപ്പി. അത് മാത്രമല്ല, ഞാൻ ഇവിടെ കാണുമ്പോൾ പരിശോധന, ഭൂതങ്ങൾ അലറിയോടുന്നു നിങ്ങളുടെ മുന്നിൽ. ഞാൻ അങ്ങനെ കാണാം. ഭൂതങ്ങൾ അലറിയോടും. പ്രാർത്ഥനാ പായലിരുന്ന്
ജ്വലിപ്പിക്കാൻ പരിശുദ്ധാത്മാവിനോട് പറയാൻ പറയുന്നു. ഞാൻ ഇപ്പം നിൽക്കുന്നത് ഒരു പഴയ ചർച്ചിന്റെ വാതുക്കലാണ് നിൽക്കുന്നത്. ഒരു പഴയ ചർച്ചായത്, ഒരു കുന്നുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത്. അവിടെ ആണോ? പഴയ ചർച്ച്. പഴയ ചർച്ച ഒരു കുന്നിന് പുറത്തായിരുന്നു. അതേത് ചർച്ച? അത് അഗാപ്പെ ഗോസ്പൽ മിഷന്റെ. അതാരുടെ? അതാ ഞാൻ മുമ്പേ പോലെ പറഞ്ഞൊരു പ്രത്യേക പേരാ കാണുന്നത്. അഗാപ്പെ ഗോസ്പൽ മിഷൻ. അഗാപ്പെ അതാരുടെ? അത് നിലമ്പൂരുള്ളായിരുന്നു. അത് ക്ലോസ് ചെയ്താണോ? അവിടുന്ന് ക്ലോസ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ഓ, ഒരു പഴയ ചർച്ച്, ഒരു കുന്നിന്റെ മുകളിൽ ഇരിക്കുന്ന ചർച്ച്. അതെ, അടഞ്ഞു പോയല്ലോ ഇത്. അതെ, ആൾക്കാരുണ്ട്, എന്തായാലും ഒന്നുമില്ല ഇതിൻ്റെ അകത്ത്. ഒരു ചെറിയ ചർച്ച്, ചാപ്പൽ എന്നൊക്കെ വിളിക്കുന്ന രീതിയിൽ ഒരു ചെറിയ സംഭവം. അത് താമസിക്കുന്നുണ്ടോ അതിൻ്റെ അകത്ത് ആരെങ്കിലും? ഒരു ഫാമിലി, പാസ്റ്ററും ഫാമിലി ഉണ്ടായിരുന്നു. ഉണ്ടോ? പുറത്ത് അരകല്ലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ചോദിച്ചതാ. ഉണ്ട്, എനിക്ക് ഇവിടുന്ന് കാണാം. ഞാൻ കയറുന്നില്ല. പാസ്റ്ററോട് ഞാനൊന്ന് തിരക്കിയതായിട്ട് പറയണം. അദ്ദേഹത്തോട് പറയണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ദൈവം തൊടുവെന്ന് പറയണം, സ്ഥിതിയെ ദൈവം മാറ്റുമെന്ന് പറയണം. ആ മനുഷ്യൻ ഒരു കഷണ്ടിയായിട്ടുള്ള ഒരു മനുഷ്യനാണോ അവിടെ ഇരിക്കുന്നത്? ഇപ്പം പൊക്കം കുറഞ്ഞ ഒരു കഷണ്ടി ഒരു മനുഷ്യൻ, ഒരു ഇരുനിറമുള്ള ഒരു മനുഷ്യൻ. അയാളെ അറിയാമോ? അയാളെ കാണണം, കണ്ടിട്ട് പറയണം. ഭയങ്കര വിഷമത്തിലായിരിക്കുന്നത്. പുള്ളിയോട് പറയണം, ഈ അവൻ്റെ ഇവൻ്റെ വീഡിയോ ഇരുന്ന് കാണല്ലെന്ന് പറയണം. ഒന്ന് പറഞ്ഞേക്കണം. എന്നിട്ട് ഇങ്ങോട്ട് പോരാൻ പറ, പ്രാർത്ഥിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറ. ഓക്കെ? യേശുവിൻ്റെ നാമത്തിൽ. ഒരു മിനിറ്റ്. ഈ 2 നില വീട്ടിലാണോ കൂട്ടായ്മ നടക്കുന്നത്? അതോ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന വീട്ടിലാണോ? തൊട്ടിപ്പുറത്ത് കാണുന്ന വീട്ടിലാണോ കൂട്ടായ്മ നടക്കുന്നത്? യേശുവിൻ്റെ നാമത്തിൽ. രചനമുണ്ട്, രചനവാ. തമ്പേർ ഇപ്പോഴും ഉണ്ടോ? അവിടെ ഇരിക്കുന്ന ഒരെണ്ണം. ഞാനും അത് തമ്മിൽ ചെറിയ ശത്രുത്വത്തില്ല. സിസ്റ്റം മാറ്റണം കേട്ടോ. ഡോലക്കിന്റെ ഒരു ഈ സാധനം ആ സാധനം അതാരാ അടിക്കുന്നേ? അത് ഞാൻ കൊട്ടുവരുന്നു. എനിക്ക് കർത്താവേ, ഇത് വർദ്ധിപ്പിക്കട്ടെ, ഇത് വലുതാകട്ടെ, ഇത് ദൈവസഭയാ. ഈ വർഷം തീരുന്നതിന് ഇപ്പുറം അവിടുന്ന് പുറത്തിറങ്ങും. കർത്താവ് എന്നോട് അങ്ങനെ പറയാൻ പറഞ്ഞു. എഴുതിയിട്ടോ, പുറത്തിറങ്ങി ഒരു ചർച്ചിന് കല്ല് നിങ്ങൾ ഇടും, അത് പണിയും, അത് വലുതാവും. പക്ഷെ ഒരു കുഴപ്പം, അവിടെ ദൈവം പൊക്കും. മനസ്സിലായല്ലോ? അവിടുന്ന് ദൈവം പൊക്കും. അടുത്തൊരു പ്രവർത്തനം സെറ്റ് ചെയ്യും. നിങ്ങളുടെ മേലെ അങ്ങനെ ശുശ്രൂഷ കിടക്കുന്നത്. ചെല്ലുക, സെറ്റ് ചെയ്യുക, ഓക്കെ ആക്കുക, പുറത്തിറങ്ങുക. എനിക്ക് തോന്നിപ്പോ 1, 2, 3, 4ഓളം പുറത്തിറങ്ങിയെന്ന് തോന്നിപ്പം. 4. യേശുവിന്റെ നാമത്തിൽ പുതിയതൊന്ന് സംഭവിക്കട്ടെ. ആത്മാവിന്റെ ശുശ്രൂഷ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആത്മാവിന്റെ ശുശ്രൂഷ അസാധാരണമായി വെളിപ്പെടട്ടെ. നിങ്ങളെ പിടിച്ചോ, ഭയങ്കര ദൈവശക്തി അടിക്കാം. ദൈവശക്തി അടിക്കട്ടെ. റൂമാൽ തൊട്ടപ്പോൾ വീഴുന്നു. ഒരു അനോയിന്റിങ്. യെസ്, വീഴട്ടെ. ഒരാത്മാവിന്റെ ശുശ്രൂഷ. നീ കായല് വെക്കുന്ന ദേശത്തെ ഭൂതങ്ങൾ അലറിയോടും. ഇന്നു മുതൽ കണ്ടോ, പൈശാചികം നിന്റെ മുന്നേ തോറ്റു പിന്മാറും. ദൈവം അത് ചെയ്ത ശുശ്രൂഷയായി മാറും. അത് സംഭവിക്കും. ഇന്നു മുതൽ നിങ്ങൾ കയറി നിൽക്കുമെന്ന് പൈശാചിക ലോകം വിറയ്ക്കും നിങ്ങളുടെ മുന്നിൽ. ഈ പറഞ്ഞതിൽ വീണ്ടും ചോദിക്കുക, എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ? ഇല്ല. Are you sure? Sure.
കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു പാസ്റ്റർ. ആ തൂവാലയാണ് നിങ്ങളുടെ വഴിത്തിരിവ്. ഓക്കെ. ദൈവം സൃഷ്ടിച്ചത് ഒരിക്കലും പാഴും ശൂന്യവുമാകത്തില്ല. എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവുമായടുത്തേക്ക് ദൈവം ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും, എത്ര പാഴാണേലും, എത്ര നീ വെറുക്കപ്പെട്ടവനായിരുന്നാലും, എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും.